സന്ദീപ് ഏട്ടനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നിഷ്പക്ഷമായ മാധ്യമപ്രവർത്തനമായിരുന്നു. എനിക്ക് ഇന്ന രാഷ്ട്രീയമുണ്ടെന്ന് എവിടെയും പറയാത്ത മാധ്യമധർമ്മം നിർവഹിച്ചിരുന്ന ഒരാളാണ്. പൊളിറ്റിക്സ് എന്നുള്ളത് മാധ്യമ പ്രവർത്തനത്തിൽ കാണിക്കേണ്ടതില്ല. ഇന്നേ വരെ എൻ്റെ സ്ഥാപനമോ എൻ്റെ സഹപ്രവർത്തകരോ ഞാൻ എൻ്റെ വാർത്തയിൽ കളർ ചേർത്തു എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലൊക്കെ രക്തഹാരം അണിയിക്കാനൊക്കെ പോയത് ഒരു മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ഒരു ശ്രമമായിരുന്നെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ. പുന്നപ്ര വയലാർ എന്നുള്ളത് വലിയ വഞ്ചനയുടെ കഥയാണ്. പക്ഷേ പോലീസുകാർ നിങ്ങൾ ചിലപ്പോൾ ഫയർ എന്ന് പറയും. അത് ഫയർ എന്ന് പറഞ്ഞാൽ ഫയറാണ്. ഇവർക്ക് ഇംഗ്ലീഷ് അറിയാത്ത മനുഷ്യരാണ്. ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്ര പേര് മരിച്ചു എന്നതിന് പോലും കണക്കുകളില്ല. പിണറായി വിജയൻ പറഞ്ഞത് ഞാനിവിടെ പോയി വർഗീയ മുദ്രാവാക്യം വിളിച്ചു. ഞാൻ ആകെ വിളിച്ചത് ഭാരത് മാതാ കീ ജയ്. ഈ വലിയ ചുടുകാട് സാധാരണഗതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ വികാരവുമായി ബന്ധപ്പെട്ടൊരു സ്ഥലമാണ്. അവിടെ അതിക്രമിച്ച് കയറി പുഷ്പങ്ങളിങ്ങനെ വാരി എറിയാൻ. 2014 മോദി വരുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു? ഇന്ത്യയുടെ ഇക്കോണമിയെ പറ്റി പറയുന്നത് വേൾഡ്സ് മോസ്റ്റ് ഫ്രജൈൽ ഇക്കോണമികളിൽ ഒരെണ്ണമാണ്. മോദിയുടെ 12 വർഷം കഴിയുമ്പോൾ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി അല്ലേ. ഇതൊക്കെ ലോകരാഷ്ട്രങ്ങൾക്ക് നമ്മളെ പറ്റിയുള്ള പെർസ്പെക്റ്റീവ് മാറിയത് കൊണ്ടാണ്. മോദി വലിയ മുസ്ലിം വിരുദ്ധനാണ്. ഇതാണല്ലോ നിങ്ങളുടെ നറേറ്റീവ്. നരേന്ദ്രമോദിക്ക് നാം ഈ സംസാരിക്കുന്ന 2026 വരെ ഓൾമോസ്റ്റ് 28 രാഷ്ട്രങ്ങൾ പരമോന്നത ബഹുമതി കൊടുത്ത് ആദരിച്ചിട്ടുണ്ട്. അതിൽ 12 മുസ്ലിം കൺട്രീസാണ്.